വീണ ജോർജ് മാഡം ഞങ്ങളോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല, സൂപ്പറിന്റെ സാറിനെ വിളിച്ചത്. സൂപ്പറിന്റെ സാറിനെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ വന്ന് എന്നോട് സംസാരിച്ചു, എല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എല്ലാ കുട്ടിൻ്റെ പഠന ചെലവ് എല്ലാ ചെലവും ഏറ്റെടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഒരു ചെലവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ചർച്ച വരണം, ഇതിൽ ചർച്ച വരണം. ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളോട് പറയണം, നിലവിലെ സർക്കാർ ജനങ്ങളുടെ അനുപാതത്തിന് അനുസൃതമായിട്ടുള്ള ആശുപത്രി ഡോക്ടർമാരുണ്ടോ, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ എന്താണ് വഴി, അല്ലെങ്കിൽ നഴ്സുമാരുണ്ടോ, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ എന്താണ്. ഇതൊന്നും ചെയ്തില്ല, അടച്ചു വെക്കുകയാണ്. അതായത് സിസ്റ്റം മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളെ കബളിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല ധാർഷ്ട്യം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് ജനങ്ങളോട് തുറന്നു പറഞ്ഞത് ആ തെറ്റ് പറ്റി, ഞങ്ങൾ തിരുത്താം, ഇവിടെ നമുക്ക് ഇത്രയേ പറ്റുന്നുള്ളൂ, നമുക്ക് ഇനി മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് കേരളത്തിന്റെ സർക്കാർ ആരോഗ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ വിഷയം വയറ്റിലെ കത്രിക ഉണ്ടാകുമ്പോഴും ആ ഡോക്ടറിന്റെ പേര് ഞാനോട് പറയുന്നില്ല, അവരുടെ ഒരു ബൈറ്റ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടു. അവർ ജനങ്ങൾ ഏറ്റവും കൂടുതൽ രോഷാകുലരായത് അവരുടെ ആ ആറ്റിറ്റ്യൂഡിന്റെ പുറത്തുനിന്നാണ്. 50 കൊല്ലം വയറ്റിനകത്ത് കത്രിക കിടന്നാലും കുഴപ്പമില്ല. ഒന്ന് ആലോചിക്കുക, 50 വർഷം ഒരു വ്യക്തിയുടെ നമുക്കറിയില്ല. എനിക്ക് വേദന ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഡോക്ടർ കേട്ടോ. പക്ഷെ ഞാൻ മനസ്സിലാകുന്നതിന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നു, എന്റെ വയറ്റിൽ 50 വർഷം ഒരു കത്രിക കിടന്നാൽ അതിനകത്ത് എനിക്ക് വേദന ഉണ്ടാവും. ഇവിടുത്തെ പ്രശ്നം ഇത് അംഗീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഈ യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തിനാ ഇതിനെ മൂടി വെക്കുന്നത്? ഈ യാഥാർത്ഥ്യത്തെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് ഇനി നമുക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നാട് നീളെ ഫ്ലെക്സ് വെക്കുക, ഒരു വശത്ത് നാട് നീളെ ഫ്ലെക്സ് വെക്കുകയും മറുവശത്ത് ഈ സാധാരണക്കാരുടെ വയറ്റിൽ കത്രിക വെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ നിരക്ക് എത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ശരിയാണ്, 1000 പേരുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, 250 പേരോ 202 പേരെ പോസ്റ്റിങ്ങിന് അനുമതി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിലവിലത്തെ ഇന്ത്യൻ സിനാരോയിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയും പോസ്റ്റ് ക്രിയേഷനും പോസ്റ്റിംഗും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ കേരളമാണ് ഇന്ത്യയിൽ പ്രഥമ സ്ഥാനത്തുള്ളത്. ഇവരുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്? അതാണ് ഞാൻ ബഹുമാനിയായ രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്തത്. ബഹുമാനിയായ BJPയുടെ ഓൾട്ടർനേറ്റീവ് എന്താണ്? കോൺഗ്രസിന്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് ടു ബിസിനസ്. ആരോഗ്യം, സ്കൂള്, ഇതൊക്കെ സ്വകാര്യ മുതലാളിമാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിക്കോളും. സർക്കാർ എന്ത് ചെയ്താൽ മതി? സർക്കാർ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് പറയട്ടെ, ഇത്രയും നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലാതെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ആർക്കും ഒരു തർക്കവും ഇല്ല, മൂന്നാമത്തേലാണ് സെറിയലാണ് കുടുങ്ങിയത്. ഞങ്ങൾക്ക് നീതി ആര് തരും? അതിനൊരു ഉത്തരം ആർക്കെങ്കിലും ഇവിടെ നീതിയുക്തമായ ഒരു നഷ്ടപരിഹാരം. 3 സർക്കാർ ഹോസ്പിറ്റലാണ്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് നീതി നിഷേധിക്കുന്നു? അതിന് ഉത്തരം ജയിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഇപ്പോ? ഞങ്ങൾക്ക് ഇത്രയും വർഷമുള്ള നഷ്ടങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച വേദനക്കോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിനും പകരം വെക്കാൻ കോടികൾ തന്നാലും മതിയാവൂല. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടം. ഇനിയും ഇപ്പോഴും ഞാൻ തുടർ ചികിത്സയിലാണ്. ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അപ്പൊ ഇപ്പം ഇനിയും തുടർന്ന് എത്ര കാലം ചികിത്സ തുടരണമെന്നും അറിയില്ല. എല്ലാരും പറഞ്ഞു കത്രിക എടുത്തില്ല, ഇനിയിപ്പോ എന്താ? കത്രിക എടുത്തതിന് ശേഷം ഒരു സർജറി നടന്നു. മൊത്തം ഈ ഒരു പ്രായത്തിനുള്ളിൽ ഒരുപാട് സർജറികൾ കഴിഞ്ഞു. ഇനിയും ചികിത്സകൾ ആവശ്യമാണ്. ശരിയായ ഒരു ആരോഗ്യാവസ്ഥയിലല്ല ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം. ഇവിടെ എത്ര ആരോഗ്യരംഗം എത്ര കുതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നഷ്ടം നികത്താൻ പറ്റൂല. ഈ നഷ്ടം നികത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കൂടി പ്രിയങ്കരനായ എന്റെ നാട്ടുകാരൻ ഉഴവൂർ വിജയ് മരിച്ചപ്പോ CMDRF നിന്ന്, അതായത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി 2 ദിവസം എടുത്തില്ല. പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര വൈകാതെ? അവർ കൃത്യമായി ഇതുവരെ ഉണ്ടായ ചികിത്സയുടെ ചെലവിന്റെ കണക്ക് അവർ ബോധ്യപ്പെടുത്തിയാണ്. അത് 2 ലക്ഷത്തെക്കാൾ എത്രയോ അധികം വരും. അതെങ്കിലും കൊടുക്കാനുള്ള മനുഷ്യപ്പറ്റി സർക്കാർ കാണിക്കണം. സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി തന്നെ ഇവരോട് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഉന്നയിച്ച പേരുകാരുടെ പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ സമക്ഷത്താണ്. പ്രോസിക്യൂട്ട് ചെയ്യാൻ, സംരക്ഷിക്കാനല്ല, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. 2 ലക്ഷം രൂപ സമാശ്വാസ തുക എന്ന നിലയിൽ ആദ്യഘട്ടം കൈമാറിയത് അവർക്ക് സ്വീകാര്യമല്ല, അതുകൊണ്ട് അവർ വാങ്ങിയിട്ടില്ല. ഇരിക്കട്ടെ, അത് പോരാ. എങ്ങനെയായിരുന്നു സമാശ്വാസം ആരോഗ്യമന്ത്രി പറഞ്ഞത്? ഞാനതൊന്നും അല്ല, അത് പറയട്ടെ. കളവ് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ആരോഗ്യമന്ത്രി പറയുന്ന മാതിരി കളവ് പറഞ്ഞു പറ്റില്ല. നമ്മൾ വെറുതെ സമയം കളയണ്ട. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞങ്ങൾക്ക് നീതിയുക്തമായ ഒരു നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടാന്നുള്ളതിൽ ഒരു സംശയം ആർക്കും ഇല്ല. ഇത് കോടതിയിൽ പോയി തെളിയിക്കേണ്ട ഒരു കേസും ഇവിടെ
കുഴപ്പമില്ല. ഇവിടെ എന്താ തെളിയിക്കപ്പെടേണ്ടത്? മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു. എന്റെ വയറിൽ കത്രിക ഉണ്ടായിരുന്നു, 5 വർഷം ഉണ്ടായിരുന്നു. അത് പുറത്തെടുത്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ആണ്. പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യമന്ത്രി? ഞങ്ങൾ പലതവണ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി കാണാൻ ഞങ്ങൾ അനുമതി സർക്കാർ നൽകിയിട്ടില്ലേ? അപ്പോൾ ആ കോടതിയാണോ നഷ്ടപരിഹാരം നൽകേണ്ടത്? കോടതിയാണോ നഷ്ടപരിഹാരം നൽകേണ്ടത്? സാറ് പറഞ്ഞ് നെടുവങ്ങാട് ആശുപത്രിയും തിരുവനന്തപുരത്ത് നിന്നും എല്ലാവിധ സഹായവും നമ്മൾ നൽകിയെന്ന് പറഞ്ഞു. എല്ലാവിധ ചികിത്സാ സഹായം നൽകിയെന്ന് ഒന്നും നൽകിയിട്ടില്ല. കാര്യം എന്റെ ഭാര്യയ്ക്ക് പ്രസവിച്ച് 3-ന്റെ അന്ന് തയ്യൽ വഴി മലം വരെയും 7-ന്റെ അന്ന് തയ്യൽ പൊട്ടി അതൊരു മലം വന്നിട്ടും ബിന്ദുസുന്ദര ഡോക്ടറെ വിളിച്ച് കാണിച്ചിട്ടും അവരത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിട്ടാണ്. വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടാണ് വീണ്ടും 6-ന്റെ അന്നായിട്ട് വീണ്ടും വന്ന് അഡ്മിറ്റ് ആയി 7 ദിവസം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടത് തന്നെ. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ടും ഈ 3 തവണ ഓപ്പറേഷൻ ചെയ്തിട്ടും അതും ശരിയായില്ല. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ഗവൺമെന്റ് ആശുപത്രി കൊണ്ടും ഒരു വിശ്വാസവും ഇല്ലാത്തതിന്റെ പേനാണ് പോയത്. ഡോക്ടർ പറഞ്ഞു ഇത് കോംപ്ലിക്കേഷൻ ആണ്, അല്ലാതെ ചികിത്സാ പിഴവല്ല. അപ്പൊ ഇത് ചികിത്സാ പിഴവ് കോംപ്ലിക്കേഷൻ ആണെങ്കിൽ കോംപ്ലിക്കേഷൻ നടന്നിക്കുമ്പം ഡോക്ടർ ഒന്നെങ്കിൽ രോഗിയോടോ വീട്ടുകാരോടോ പറയേണ്ട ബാധ്യത ഡോക്ടറിനുണ്ട്. ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമയുണ്ട്. പക്ഷെ ഈ ഡോക്ടർ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഈ ചെയ്ത ഡോക്ടറിന് അറിയാം. എന്തുകൊണ്ട് ഭയക്കണം? ഡോക്ടറിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ടാണ് ഭയക്കേണ്ടത്? ഡോക്ടർ ഭയക്കേണ്ട കാര്യമല്ലല്ലോ. ആ സമയത്തിന് ഡോക്ടർ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല. ഉള്ളിൽ SIT അവിടുത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞതാ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, പുറമെ മാത്രമേ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ. പുറമെ സ്റ്റിച്ച് ഇട്ടതുകൊണ്ടാണ് ഈ മലം വന്നപ്പോഴത്തേക്ക് പുറത്തെ സ്റ്റിച്ചും പോയത്. ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടെങ്കിൽ അങ്ങനെ പോകൂലെന്നാണ് അവർ പറയുന്നത്. ഇത്രയും അവര് അത്രയും ഈ 2.7 സെന്റിമീറ്ററോളം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തിനും പേടിക്കണം? അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നിട്ടില്ലെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് നമുക്ക് തുറന്ന് പറയാം. തുറന്ന് പറഞ്ഞ് അന്ന് തന്നെ നമുക്ക് തുറന്നുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഈ 23 വയസ്സിനിടയ്ക്ക് 5 സർജറിയാണ് ചെയ്തേക്കുന്നത്. ഈ 8 മാസം കൊണ്ടാണ് എനിക്ക് സർജറി ഫുള്ള് ചെയ്തേക്കുന്നത്. ഇപ്പം മോന് അത് 4 വർഷം കൂടിയിരുന്ന് കിട്ടിയ മോന് അവനൊന്ന് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവൻ എനിക്കൊന്ന് എടുക്കാനോ ഒന്ന് മുലവെട്ടാനോ അവന് എന്റെ ചൂട് കൊടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ MP രാജേഷ്, P രാജീവ്, ഈ പറഞ്ഞ വീണ ജോർജ് അടക്കമുള്ളവർ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയി കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന പൈസ അത് ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നാണ്. MP രാജേഷ് പാലക്കാട് നിന്ന് അപ്പോളോയിൽ വന്നാണ് ചികിത്സ നേടിയത്. P രാജീവിന്റെ കാര്യം ഞാൻ പറയണ്ട. 7 സ്റ്റാർ ആശുപത്രികളിലല്ലാതെ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ പോകുന്നില്ല. നേരത്തെ ജയിക്ക് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അതേ രീതിയിലുള്ള അസുഖമാണ് പിണറായി വിജയനുള്ളത്, അതേ രീതിയിലുള്ള അസുഖമാണോ രാജീവിനുള്ളത്, MP രാജേഷിനുള്ളത്, വീണ ജോർജിനുള്ളത്. വീണ ജോർജ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. ഒന്ന് സമരം കണ്ട് BP കൂടി, 2 കഴിഞ്ഞ ദിവസം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അസുഖം. ഇവിടെ നമ്മളൊരു അറിഞ്ഞോ അറിയാതെ ഒരു ഇരവാദം മുഴക്കുന്നുണ്ട്. ഒന്ന് സർക്കാർ ആശുപത്രികൾക്കെതിരെ എന്നുള്ളതും, 2 ഈ മെഡിക്കൽ സമൂഹത്തിനെതിരെ എന്നുള്ളത് ഒരു ഇരവാദം മുഴക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. അതല്ല ശ്യാമ, എതിരെ എന്നുള്ളതല്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആളുകളുടെ ആശാ കേന്ദ്രം ആണ്. കറക്റ്റ്, അതാണ് പോയിന്റ്. അവിടെ അതിനെ ഡാമേജ് ചെയ്തുകൊണ്ട് അതിനെ ഡാമേജ് നമ്മൾ ആരും ചെയ്യാനും പാടില്ല. ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്ഷൻ അവിടെ നിന്ന് ഉണ്ടാവാനും പാടില്ല. ഇപ്പൊ നമ്മൾ ചർച്ച വരെ കാരണം എന്താ, ഇത് ജെന്യൂനായിട്ട് നമുക്ക് സനൂപ് കണ്ണിന് 2 കണ്ണുകൾ നഷ്ടപ്പെട്ടിരിക്കലാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത് ബൈക്ക് ഓടിച്ചിട്ടാണ്. തിരിച്ചു വന്ന അദ്ദേഹം കാണാൻ വേണ്ടി പറ്റാതെയാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ജയിക്കിനോട് ചോദ്യം, തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ 14 ജില്ലാ ആശുപത്രികളുണ്ട്. എത്ര സ്ഥലത്ത് 24 മണിക്കൂറും അടിയന്തര ചികിത്സയുണ്ട്? എത്ര സ്ഥലത്ത്, എത്ര ജില്ലയിൽ? ഒരിടത്തുമില്ല. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഒരിടത്തുമില്ല. അതുകൊണ്ടാണ് ആളുകൾ ഓടി മെഡിക്കൽ കോളേജിൽ പോകുന്നത്. SKN അപ്പൻഡിസൈറ്റിസ് രോഗം വന്നാൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് വരണം. ജില്ലാ ആശുപത്രി നടയിലാണ് താമസിക്കലും. കാലൊടിഞ്ഞാൽ 1 മണിക്ക് മുമ്പ് കാലൊടിയണം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതേ കേരളത്തിലെ ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തറയിൽ കിടക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ മാത്രം അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് ആണ് റീസൺ. എന്തായാലും അതിനനുസരിച്ച് ഫെസിലിറ്റീസ് കൂട്ടണ്ടേ? അത് ശരി, രോഗികൾ കൂടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തറ കിടന്നു പറയാൻ പറ്റും? എന്തിനായത്? അല്ലല്ല, ഓപ്ഷൻ 2 അല്ല, 3ാമതുണ്ട്. അവിടെ സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അവിടെ ഡോക്ടർമാരെ കൂടുതൽ അപ്പോയിന്റ് ചെയ്യണം, നഴ്സുമാരെ കൂടുതൽ അപ്പോയിന്റ് ചെയ്യണം. ആള് കൂടുതലാണെന്ന് പറഞ്ഞ് തറയെ കിടത്തണം എന്ന് പറഞ്ഞാൽ എന്റെ SKN എങ്ങനെ ആയിരിക്കാൻ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പിന്നെ അതുമാതിരി തന്നെ വീണ ജോർജ് മാഡം ഞങ്ങളോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല,
സൂപ്പറിന്റെ സാറിനെ വിളിച്ചത്. സൂപ്പറിന്റെ സാറിനെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തന്ന് എന്നെ കൊണ്ട് സംസാരിച്ചു. എല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എല്ലാ കുട്ടിൻ്റെ പഠന ചെലവ് എല്ലാ ചെലവും ഏറ്റെടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഒരു ചെലവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതല്ല ഉദ്ദേശം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാനുഷിക പരിഗണന എന്നുള്ളതിൽ നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ശ്രീ എസ് കെ സാർ വിചാരിച്ചാൽ നടക്കും, ശ്രീ ജെ കെ വിചാരിച്ചാൽ നടക്കും, ശ്രീ ശ്യാം വിചാരിച്ചാൽ നടക്കും, ശ്രീ ലാൽ വിചാരിച്ചാലും നമ്മളെല്ലാവരും വിചാരിച്ചാൽ നടക്കും. ഇവർക്ക് ഇത് തീർച്ചയായിട്ടും ഇത് നമുക്കിത് ചെയ്തു കൊടുക്കണം. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആളുകൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നവർ, അവനവനെ ന്യായീകരിക്കാൻ പറ്റുന്നവരുമാണ്. പക്ഷെ അവിടെ വന്നിരിക്കുന്നവർ സാധാരണക്കാർ ഇതിന്റെ ഇരകളുമാണ്. അതോടൊപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളുണ്ട്. അവരുടെ അഭിപ്രായം ഇതല്ല. ഇവർക്ക് ഇവിടെ നിന്ന് ഇതിനെ എത്ര വേണ്ടി ന്യായീകരിക്കാം. പക്ഷെ ജനങ്ങളുടെ വേദനയാണ്, ഇവരുടെ വിഷമമാണ്. അതിനെക്കുറിച്ച് ജനങ്ങൾ അഭിപ്രായം പറയും, ജനങ്ങൾ വിമർശിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വന്ദനാദാസിന്റെ ഒപ്പം കേരളം മൊത്തം ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന സനൂപിന്റെയും ഹർഷനുടെയും കൂടെ കേരളം ഒരുമിച്ച് നിൽക്കും. അതിൽ വിമർശനങ്ങൾ ഉണ്ടാവും, അതിൽ തിരുത്തുകൾ വേണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഡോക്ടർ പറഞ്ഞത് തീരുമാനിക്കേണ്ടത് മാധ്യമ കോടതികളല്ല, രാഷ്ട്രീയക്കാരുമല്ല എന്നല്ല. ഇത് തീരുമാനിക്കാൻ വേണ്ടി സ്പെഷ്യൽ ജൂറിയാണല്ലോ സർക്കാർ വെക്കുക. ആ സ്പെഷ്യൽ ജൂറി 2 വെച്ചതിൽ 2നും 2 അഭിപ്രായമാണ്. ഒന്ന് കത്രിക പഴയതാണ്, കത്രിക പുതിയതാണ്. പിന്നെ മറ്റൊരു സ്പെഷ്യൽ ജൂറി പറയും കത്രിക 50 വർഷം ഉള്ളിൽ കിടന്നാലും കുഴപ്പമില്ല. ആർക്ക്? കത്രികയ്ക്ക് കുഴപ്പമില്ലെന്നാണ് ഇവർ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് വിദഗ്ധ സംഘത്തെ വെച്ചതിൽ 2 വിദഗ്ധ സംഘം ഒരു കാര്യത്തിൽ 2 റിപ്പോർട്ട് കൊടുത്തൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. 2 ഈ സിസ്റ്റത്തിനുള്ളിലെ പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്ന ഹാരിസ് ചെറുക്കനെ പോലെയുള്ളവരെ ഇവർ ഹഫീൽ ഖാനാക്കി തല്ലിക്കൊല്ലാത്തത് ഇവിടുത്തെ മാധ്യമങ്ങളും ഈ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരും ഇറങ്ങി നിന്നത് കൊണ്ടാണ്. ഏത് തരത്തിലാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇവരുടെ സൈബർ വെട്ടുകളെ കൂട്ടം അദ്ദേഹത്തെ ആക്രമിച്ചില്ലായ്മ ചെയ്യാൻ നോക്കിയത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഹോസ്പിറ്റലിനോട് വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണം ഇതാണ്. അവിടെ പോയി വീഴ്ച പറ്റുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നീതി ലഭിക്കുന്നില്ല. 3 വർഷമായി ഇപ്പോഴും സമരത്തിലാ, തെരുവ് സമരത്തിലാ ഞാൻ. ഇതുപോലെയുള്ള ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വീഴ്ച പറ്റിയെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും ഇല്ലല്ലോ. അതിനൊരു നടപടി എടുത്തിട്ട് അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സർക്കാർ ഹോസ്പിറ്റലുകളിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെടൂല. 100% ഞാൻ യോജിക്കുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.